ഓക്കെ. അപ്പോൾ അടുത്ത ഒരു നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട പോർഷനാണ് വാല്യൂ എഡ്യൂക്കേഷനും അതുപോലെ തന്നെ എൻവിറോൺമെന്റൽ എഡ്യൂക്കേഷൻ. ഈ വാല്യൂ എഡ്യൂക്കേഷനും അല്ലെങ്കിൽ ഇപ്പോൾ എൻവിറോൺമെന്റ് ആണെങ്കിലും ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരണമെന്ന് നമ്മൾ അറിയില്ല. അറിയില്ല ഇൻ ദ സെൻസ് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആവും വരിക കേട്ടോ. അത് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കില്ല, ബട്ട് ഇൻഡയറക്ട്ലി ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ ഇൻഡയറക്ട്ലി വരുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ നമുക്ക് എന്തറിഞ്ഞിരിക്കണം? ഈ പറഞ്ഞ കൺസെപ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കണം. അതായത് നിങ്ങൾ സാധാ നമ്മളെ കോളേജിൽ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി എക്സാംസിനൊക്കെ പഠിക്കുന്ന പോലെ കാണാപ്പാഠം പഠിച്ചു പോയാൽ ഈ വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. സോ കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ ഈ ഒരു ഏരിയയിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് തുടങ്ങാം. വാല്യൂ എഡ്യൂക്കേഷൻ. എന്താ വാല്യൂ എഡ്യൂക്കേഷൻ എന്നുള്ളത്? ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബട്ട് നമുക്ക് അത്ര വലിയ ഡെഫിനിഷൻ കാണാപ്പാഠം പഠിക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ പറഞ്ഞു. എന്താണെന്നുള്ള കൺസെപ്റ്റ് എനിക്ക് അറിഞ്ഞാൽ മതി. എന്താവും വാല്യൂ എഡ്യൂക്കേഷൻ? നമുക്ക് നോക്കാം. സോ വാല്യൂ അതായത് നമ്മുടെ സൊസൈറ്റി, നമ്മളിപ്പോൾ ജീവിക്കുന്ന ഒരു സൊസൈറ്റി ഉണ്ടാവുമല്ലോ, ആ സൊസൈറ്റിയിലെ നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണ്, ചീത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ നല്ല കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ നമ്മളത് ആക്സെപ്റ്റ് ചെയ്യുക. അതിനെയാണ് ബേസിക്കലി എന്ത് പറയുന്നത്, വാല്യൂ എഡ്യൂക്കേഷൻ. അത്രേ ഉള്ളൂ. ഒരു സൊസൈറ്റി എന്ന് പറയുമ്പോൾ എല്ലാ നല്ല കാര്യങ്ങളും മാത്രമാവില്ല, നല്ലതുണ്ടാവും, ചീത്ത ഉണ്ടാവും, അങ്ങനെ പല കാര്യങ്ങൾ നടക്കുന്നുണ്ടാവും. ഇതിൽ നല്ലത് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ നല്ല കാര്യങ്ങൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് അത് നമ്മളും ഫോളോ ചെയ്യുക. അതാണ് ബേസിക്കലി എന്ത്, വാല്യൂ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഈ വേണമെങ്കിൽ ഡെഫിനിഷൻ ഒന്ന് വായിച്ചു പോവാം. വാല്യൂ എഡ്യൂക്കേഷൻ ഈസ് ദ അഗ്രിഗേറ്റ് ഓഫ് ആൾ ദ പ്രോസസ്സസ് ബൈ മീൻസ് ഓഫ് വിച്ച് എ പേഴ്സൺ ഡെവലപ്പ് എബിലിറ്റീസ്, ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് അതർ ഫോംസ് ഓഫ് ബിഹേവിയർ ഓഫ് ദ പോസിറ്റീവ് വാല്യൂസ് ഇൻ ദ സൊസൈറ്റി ഇൻ വിച്ച് ഹി ലിവ്സ്. ഒരു വ്യക്തി താമസിക്കുന്ന സൊസൈറ്റിയിൽ നല്ല വാല്യൂസ് ഇയാൾ എന്ത് ചെയ്യാണ്, ഗ്രാസ്പ് ചെയ്യാണ്. അത് വെച്ച് ഇയാളുടെ ബിഹേവിയറും ഇയാളുടെ ആറ്റിറ്റ്യൂഡ്സും ഒക്കെ ഇയാൾ ബിൽഡ് ചെയ്തെടുക്കുന്നതിനാണ് എന്ത് പറയുക, വാല്യൂ എഡ്യൂക്കേഷൻ എന്ന് പറയാം. കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. ദെൻ ഈ വാല്യൂ എഡ്യൂക്കേഷൻ കുറച്ച് ഇമ്പോർട്ടൻസ് പോലെ പറഞ്ഞിട്ടാണ് നമുക്കറിയാമല്ലേ, സൊസൈറ്റീനെ സംബന്ധിച്ചിടത്തോളം വാല്യൂ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇപ്പോഴത്തെ ന്യൂസും കാര്യങ്ങളും നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ടാവും. കാരണം നമ്മളിപ്പോൾ ഒരു സാധാ നിങ്ങൾക്ക് എന്താ പറയുക, ഒരു ഡിഗ്രി കഴിഞ്ഞ് അല്ലെങ്കിൽ PG കിട്ടിയെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് വാല്യൂ എഡ്യൂക്കേഷൻ ആവണം നിർബന്ധമല്ല. അപ്പോൾ നമുക്കറിയാം കുറേ പഠിച്ച ആൾക്കാർ ആക്ടിവിറ്റീസ് മൊത്തം നെഗറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ സൊസൈറ്റിക്ക് എഗെയിൻസ്റ്റ് അവരുടെ ആക്ടിവിറ്റീസ് ഒക്കെ വരിക. സോ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എങ്ങനെ സൊസൈറ്റിക്ക് നല്ലതായിട്ട് ഉപയോഗിക്കുക. ഇനിയിപ്പോൾ ഒന്നും പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ സൊസൈറ്റിക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാം, ഈ വക കാര്യങ്ങളൊക്കെയാണ് വാല്യൂ എഡ്യൂക്കേഷനിൽ വരിക. അല്ലാണ്ട് നിങ്ങൾക്ക് എത്രത്തോളം സർട്ടിഫിക്കറ്റ്സ് കിട്ടി, നിങ്ങൾക്ക് എത്രത്തോളം ക്വാളിഫിക്കേഷൻ ഉണ്ട്, ഇതും വാല്യൂ എഡ്യൂക്കേഷൻ ഒരു കണക്ഷനും ഇല്ല കേട്ടോ. അത് വേറെ ഇത് വേറെ. നിങ്ങളുടെ ക്വാളിഫിക്കേഷനൊക്കെ നിങ്ങളുടെയാണ്. വാല്യൂ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്ത് നെഗറ്റീവ് കോൺട്രിബ്യൂട്ടെങ്കിലും ചെയ്യാണ്ടിരിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ വരും. ആൻഡ് ഈ വാല്യൂ എഡ്യൂക്കേഷൻ തന്നെ നമ്മൾ രണ്ടെണ്ണമാക്കി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എക്സ്പ്ലിസിറ്റ് വാല്യൂ എഡ്യൂക്കേഷനും ഉണ്ട്, ഇംപ്ലിസിറ്റ് വാല്യൂ എഡ്യൂക്കേഷനും ഉണ്ട്. ഓക്കെ, ഒരു കാര്യം പറയാൻ മറന്നു. ഇപ്പോൾ നമ്മളെ ആ ഒരു PDF-ൽ, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഇത്തരം കൺസെപ്റ്റ് അറിയാം, ഹയർ എഡ്യൂക്കേഷൻ ആണെങ്കിലും കമ്മ്യൂണിക്കേഷനൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ആ ഒരു PDF ഇങ്ങനെ പഠിക്കുമ്പോൾ വലിയൊരു ഇൻട്രസ്റ്റിംഗ് ഇല്ല, കുറച്ച് ഇൻട്രാക്റ്റീവ് ഒക്കെ ആക്കണം എന്നുള്ള നമ്മളെ കഴിഞ്ഞ ബാച്ചിലർ സ്റ്റുഡൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബേസിൽ നമ്മൾ PDF റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അതായത് കുറച്ച് ഇതേപോലത്തെ മൈൻഡ് മാപ്സും കാര്യങ്ങളൊക്കെ, ഇതിപ്പോൾ ഇതൊന്നല്ല, ഇതുപോലെ കുറേ കാര്യങ്ങൾ ഉദാഹരണത്തിലൊക്കെ അവിടെ അങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. അങ്ങനത്തെ കുറേ കൺസെപ്റ്റുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മൈൻഡ് മാപ്പും കാര്യങ്ങളൊക്കെ ആക്കി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ PDF നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് നമ്മുടെ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആപ്പിൻ്റെ. ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് പോകാൻ താല്പര്യമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, പിന്നെ വിശ്വാസമില്ല എന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ നമ്മുടെ ആപ്പ് ഉണ്ടാവും. പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് നെറ്റ് കോച്ചിങ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആപ്പ് അവിടെ വരും. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ജസ്റ്റ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ അവൈലബിൾ ആയിരിക്കും കേട്ടോ. ഈ നിലവിൽ നമ്മൾ 3 PDF മാത്രമേ ഇതിലേക്ക് ആക്കിയിട്ടുള്ളൂ. അതായത് കമ്മ്യൂണിക്കേഷൻ, ദെൻ ഈ പറയുന്ന ഹയർ എഡ്യൂക്കേഷൻ, അതുപോലെ പീപ്പിൾ ഡെവലപ്മെൻറ്റ്, എൻവിറോൺമെൻറ്റ്. കാരണം കുറച്ച് സമയം എടുക്കും, നിങ്ങൾക്കറിയാലോ, ഇതേപോലെ ഓരോ മൈൻഡ് മാപ്പ് റെഡിയാക്കി എടുക്കാനും സമയം എടുക്കും. സോ നിലവിൽ നമ്മൾ 3 PDF റെഡിയാക്കിയിട്ടുണ്ട്. അധികം വഴുകാതെ തന്നെ ബാക്കിയും കൂടി അപ്ലോഡ് ചെയ്യും കേട്ടോ. സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. അതിൽ കിടക്കുന്നുണ്ടാവും, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അത് ആക്സസ് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. ആൻഡ് ആപ്പിൽ ഇതേപോലെ കുറേ കോഴ്സുകൾ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. അതായത് ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നെറ്റിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ആപ്പ് എന്തായാലും ഡൗൺലോഡ് ചെയ്ത് നോക്കിക്കോളാം. കാരണം നിങ്ങൾക്ക് പറ്റുന്ന കുറേ കാര്യങ്ങൾ അതിലുണ്ടായിരിക്കും. പിന്നെ ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ ടൈപ്സ് നമുക്ക് നോക്കാം. എക്സ്പ്ലിസിറ്റ് വാല്യൂ എഡ്യൂക്കേഷൻ പറയുമ്പോൾ നമ്മൾ ഇംപ്ലിസിറ്റും പറഞ്ഞു. എക്സ്പ്ലിസിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, സ്ട്രക്ചർ ചെയ്തിട്ട്, അപ്പോൾ നമ്മൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റോറി ടെല്ലിങ്, അതായത് മോറൽ സ്റ്റോറീസ് എന്നൊക്കെ പറയും. ഇപ്പോൾ പണ്ട് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണെങ്കിൽ അവിടെ മോറൽ എന്ന് പറഞ്ഞൊരു പീരീഡ് വരും.
ഒരു അവർ മോറലായിരിക്കും. എന്നൊന്നല്ല കേട്ടോ, ആഴ്ചയിൽ ഒരു ദിവസം മോറൽ എന്ന് പറഞ്ഞൊരു അവർ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ക്ലാസ്സിൽ എന്ത് ചെയ്യും, കുറേ കഥകൾ ഇതേപോലത്തെ എന്താ പറയുക, ഇപ്പോൾ നല്ല നല്ല കാര്യങ്ങളൊക്കെ ഉള്ള കഥകളും കാര്യങ്ങളൊക്കെ ഇവരിങ്ങനെ പറഞ്ഞു തരും, ടീച്ചേഴ്സ് പറഞ്ഞു തരും. സോ അതൊക്കെയാണ് എന്താ പറയുക നമ്മുടെ എക്സ്പ്ലിസിറ്റ് വാല്യൂ എഡ്യൂക്കേഷനിൽ വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മുടെ പുസ്തകത്തിലൊക്കെ ഓരോ മോട്ടിവേഷൻ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ എന്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്? എക്സ്പ്ലിസിറ്റ് വാല്യൂ എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട്. ഈ കൺസെപ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ഡെഫിനിഷൻ ഒന്നും കാണാപ്പാടം പോയി പഠിക്കാൻ നിൽക്കരുത് കേട്ടോ. എക്സ്പ്ലിസിറ്റ് വാല്യൂ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഡെലിബറേറ്റ് ആയിട്ട്, അതായത് നമ്മൾ ഇന്റൻഷണലി നമ്മൾ ആ കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് എക്സ്പ്ലിസിറ്റ് വാല്യൂ എഡ്യൂക്കേഷനും. ഇംപ്ലിസിറ്റ് വാല്യൂ എഡ്യൂക്കേഷൻ നേരെ ഓപ്പോസിറ്റ്. നമ്മൾ എന്താ പറയുക, ഡയറക്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നില്ല. അതായത് ഇങ്ങനെ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് അല്ലാണ്ട് നമ്മൾ ഇൻഡയറക്ട്ലി ആ കുട്ടിയുടെ ബിഹേവിയറിൽ എന്ത് ചെയ്യാണ്, മാറ്റങ്ങൾ കൊണ്ടുവരികയാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു കുട്ടി എന്തെങ്കിലും നെഗറ്റീവായിട്ട് കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടിനെ പോയി തല്ലല്ല നമ്മൾ. തല്ലൊക്കെ എന്താണ്, നമ്മൾ ആ കുട്ടീനെ എന്ത് ചെയ്തു, ഒരു കുട്ടി എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യം ചെയ്തു. അപ്പോൾ ഇത് ചെയ്തപ്പോൾ നമ്മൾ ആ കുട്ടീനോടുള്ള ആറ്റിറ്റ്യൂഡ് എന്തായി, നമ്മൾ പ്രോത്സാഹിപ്പിക്കാതെ എന്തെങ്കിലും ആ ഒരു കുട്ടീനോട് എന്തെങ്കിലും നമ്മളും തിരിച്ചു പറയുകയാണെന്നുണ്ടെങ്കിൽ ഒക്കെ എന്താണ് ഈ ഇംപ്ലിസിറ്റ് വാല്യൂ എഡ്യൂക്കേഷൻ. ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് നമ്മുടെ പണ്ട് സ്കൂളിൽ നമ്മളിപ്പോൾ എന്താ പറയുക, നമ്മളൊരു പ്രാർത്ഥന ഉണ്ടായിരിക്കും. അതുപോലെ നമ്മൾ ടീച്ചേഴ്സിനെ കണ്ടാൽ നീച്ച് നിന്നിട്ട് എന്താ നമസ്തേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാറുണ്ട് അല്ലേ. അല്ലെങ്കിൽ ഇപ്പോൾ രാവിലെ വന്നു കഴിഞ്ഞാൽ ഗുഡ് മോർണിംഗ് ടീച്ചറോട് പറയും. ഇതൊക്കെ എന്താ, അതൊന്നും പുസ്തകത്തിൽ പറഞ്ഞതല്ല. അല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ ചേരുമ്പോൾ നമ്മളോട് പറയണില്ല, നിങ്ങൾ ക്ലാസ്സിൽ ടീച്ചർ ഇടുമ്പോൾ നീച്ചൊന്ന് നമസ്തേ അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് പറയണം, ഓക്കെ ടീച്ചർ അങ്ങനെ എന്തെങ്കിലും പറയണം എന്നൊന്നും ഒരു പുസ്തകത്തിലും പറഞ്ഞിട്ടില്ല. ബട്ട് ആ ഒരു സ്കൂളിൻ്റെ സിസ്റ്റം നമ്മളെ പഠിപ്പിക്കുന്ന അല്ലേ. നമ്മളൊരു സ്കൂൾ, അതായത് അത് എന്തിനാണ് പഠിപ്പിക്കുന്നത്, ഇപ്പോൾ ഒരു പ്രായമുള്ള ആൾക്കാരെ കണ്ടാൽ ബഹുമാനിക്കണം. ഇതേപോലെ കുറേ കൺസെപ്റ്റുകൾ നമ്മൾ ഇംപൈഡ് ആയിട്ട് കുട്ടികളിലേക്ക് എത്തിക്കും, കുട്ടികളുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഇംപ്ലിസിറ്റ് വാല്യൂ എഡ്യൂക്കേഷൻ. എക്സ്പ്ലിസിറ്റ് ഉണ്ട്, ഇംപ്ലിസിറ്റ് ഉണ്ട്. എക്സ്പ്ലിസിറ്റ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കണം, ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്ത് കഥകളിലൂടെയും കാര്യങ്ങളോടൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. ഇംപ്ലിസിറ്റ് എന്ന് പറയുമ്പോഴോ ഡയറക്റ്റ് അല്ലാണ്ട് ഇൻഡയറക്റ്റ് ആയിട്ട് കുട്ടികളുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരുത്തുക. ഇതൊരു എന്താ പറയുക, അവരുടെ ആ ഒരു നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കൾച്ചറും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് അവരുടെ സ്വഭാവം നമ്മളൊന്ന് മോഡിഫൈ ചെയ്തെടുക്കലാണ് ഇംപ്ലിസിറ്റിൽ വരിക. ഇനിയിപ്പോൾ ഇതിൻ്റെ അടുത്തത് ഒരാളിതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നാണ്. ആൻഡ് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് നോക്കാൻ. ഈ പോയിന്റ് നോക്കണ്ട, ഞാനിവിടെ ജസ്റ്റ് ഒന്ന് മൈൻഡ് മാപ്പ് പോലെ റെഡി ആക്കിയിട്ട് നമുക്ക് നോക്കാം. ഒബ്ജക്റ്റീവ്സ് ഓഫ് വാല്യൂ എഡ്യൂക്കേഷൻ എന്താണെന്നുള്ളത്. ഒന്നാമത്തേതാണ് ഹോളിസ്റ്റിക് ഗ്രോത്ത്. ഹോളിസ്റ്റിക് എന്ന് പറയുമ്പോൾ ഓൾ റൗണ്ട് ഡെവലപ്മെൻറ്റ്, അതായത് നമ്മൾ വ്യക്തിത്വ വികസനം എന്നൊക്കെ പറയും. ആ ഒരു വ്യക്തിയുടെ കംപ്ലീറ്റ് ഓവറാൾ ഡെവലപ്മെൻ്റ് ആണ് എന്ത്, ഒന്നാമത് വാല്യൂ എഡ്യൂക്കേഷനിലൂടെ. കാരണം നമുക്കറിയാം, ഇപ്പം നിങ്ങളുടെ കയ്യിൽ കുറേ ഡിഗ്രിയും പി ജിയും കാര്യങ്ങളും സർട്ടിഫിക്കറ്റ്സ് കുറേ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ട്. നിങ്ങൾ തന്നെ ഡിഗ്രി ഫസ്റ്റ് റാങ്കിലൂടെ പാസ്സായി, പി ജി ഫസ്റ്റ് റാങ്ക് കിട്ടി, നിങ്ങൾക്ക് JRF കിട്ടി, നിങ്ങൾ റിസർച്ച് സ്കോളറായിട്ട് അവിടെ PhD കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ ഡോക്ടറാണോ ഒക്കെ സമ്മതിച്ചു. ബട്ട് നിങ്ങൾ ഓൾറൗണ്ട് നിങ്ങളൊരു നല്ലൊരു വ്യക്തി എന്ന് പറയണം. ഇപ്പോൾ നിങ്ങൾ PhD കിട്ടിയ ആളാണെങ്കിൽ നല്ലൊരു വ്യക്തിയാവട്ടെ നമ്മൾ പറയില്ല. നിങ്ങളുടെ സ്വഭാവം നല്ലതാണെങ്കിൽ മാത്രമേ നമ്മൾ ആ ഒരു വ്യക്തി നല്ലൊരു വ്യക്തിയാണ് കേട്ടോ അതെന്ന് പറയുള്ളൂ. സോ അങ്ങനെ ഒരു പറച്ചിൽ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ എന്ത് വേണം, വാല്യൂ. നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കണം, വാല്യൂ ഉണ്ടായിരിക്കണം. സോ വാല്യൂ എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു ഹോളിസ്റ്റിക് ഗ്രോത്ത് പോസിബിൾ ആവുള്ളൂ. ദെൻ സസ്റ്റൈനബിൾ ലൈഫ് സ്റ്റൈൽ. സസ്റ്റൈനബിൾ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, നമ്മൾ വാല്യൂ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ തന്നെ എന്താ, മറ്റുള്ളവരോട് കൂടി സഹകരിച്ച് ആ ഒരു റേഞ്ചിൽ അല്ലെങ്കിൽ ആ ഒരു ലൈനിൽ ജീവിക്കണം എന്നാണല്ലോ. അപ്പം അങ്ങനെ ജീവിക്കുമ്പോൾ നമ്മൾ എന്താണ്, എൻവിറോൺമെൻറ്റ് ഫ്രണ്ട്ലി ആണ്. കാരണം നമ്മളെപ്പോലെ മറ്റുള്ളവരും സ്നേഹിക്കണം എന്നാണല്ലോ. അപ്പോൾ നിങ്ങൾ പക്ഷിമൃഗാദികളും എല്ലാം ആ ഒരു, അതായത് ഇപ്പോൾ നിങ്ങൾ ബാക്കിയുള്ളവരൊന്നും ചോദിക്കാൻ നിൽക്കില്ല. വെറുതെ പോയിട്ട് മൃഗങ്ങളെ ആണെങ്കിലും പക്ഷികളെ ആണെങ്കിലും മറ്റെന്തിനെ ആണെങ്കിലും നിങ്ങൾ വെറുതെ അങ്ങോട്ട് പോയി ചോദിക്കാൻ നിൽക്കില്ല. കാരണം വാല്യൂ എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് അറിയാം. ദ നാഷണൽ അവയർനെസ്, നിങ്ങൾ രാജ്യബോധം, അതായത് രാജ്യത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ രാജ്യത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരോടൊപ്പം അങ്ങനെ നിങ്ങൾ പ്രവർത്തിക്കില്ല. കാരണം നിങ്ങൾക്ക് എന്തുണ്ട്, വാല്യൂ ഉണ്ട്. ദ ഡെമോക്രാറ്റിക് അപ്രോച്ച്. ഡെമോക്രാറ്റിക് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കൺസെപ്റ്റ് ആട്ടോ, അല്ലാണ്ട് നിങ്ങൾ കാണാപ്പാടം പഠിക്കേണ്ട കാര്യങ്ങളല്ലേ. ഈ ഒബ്ജക്റ്റീവ്സ് ഒക്കെ പറഞ്ഞു തരണത് എന്തിനാ, ഇപ്പം നിങ്ങൾക്ക് നെറ്റിന് വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഇതിൽ ഏതാണ്, ലിസ്റ്റ് ഔട്ട് എനി ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ വരില്ല. നിങ്ങൾക്ക് ഇത് കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് ഇതിൽ എന്താണ് വരുന്നത്, അതിൻ്റെ ഓപ്ഷനിൽ വാല്യൂ എഡ്യൂക്കേഷൻ ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ ഡെമോക്രാറ്റിക് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾക്ക് നല്ല ക്രിട്ടിക്കൽ തിങ്കിങ്ങോ നല്ലൊരു ഡിസിഷൻ മേക്കിംഗ്, അതായത് മറ്റുള്ളവരെ കൂടി ബഹുമാനിക്കാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ ഈ ക്രിട്ടിക്കൽ തിങ്കിങ്ങിൻ്റെ ആക്ച്വൽ ഇവിടെ ആപ്ലിക്കേഷൻ വരുന്നത്. അതായത് ഇപ്പോൾ നിങ്ങളൊരു പർട്ടിക്കുലർ റിലീജിയൻ ആണെങ്കിൽ മറ്റ് റിലീജിയൻസിലുള്ള ആൾക്കാരെ ബഹുമാനിക്കാനും അവർക്ക് അവരുടെ റിച്വൽസ് ഫോളോ ചെയ്യാനൊക്കെ ഉള്ള റൈറ്റ് ഉണ്ട്. ഈ വക കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ദെൻ കൾച്ചറൽ റെസ്പെക്ട് സെയിം തന്നെ, അതായത് മറ്റുള്ളവരുടെ കൾച്ചറിലും കാര്യങ്ങളൊക്കെ ബഹുമാനിക്കാനൊക്കെ നിങ്ങൾക്ക് പഠിക്കും.
ഇതൊക്കെയാണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് വരിക. വാല്യൂ എഡ്യൂക്കേഷൻ. അപ്പോൾ ബേസിക് ആയിട്ട് നിങ്ങൾക്ക് എന്താണ് വാല്യൂ എഡ്യൂക്കേഷൻ, ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കണം. അപ്പോൾ നിങ്ങളുടെ നെറ്റ് എക്സാം ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഇപ്പോൾ നെറ്റ് എക്സാം കഴിഞ്ഞ് നിങ്ങളുടെ റിസൾട്ട് എന്തായിരുന്നു, അതായത് നിങ്ങൾക്കിപ്പോൾ കഴിഞ്ഞ നെറ്റ് എക്സാമിൽ ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ടായിട്ട് തോന്നിയ പോർഷൻസ് ഏതൊക്കെയാണെന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി പഠിക്കാൻ കുറച്ചും കൂടി ഡിഫിക്കൽട്ടായിട്ടുള്ള പോർഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് കമൻറ്റിൽ അറിയിക്കുകയാണെങ്കിൽ അതിന് കൂടുതൽ പ്രിഫറൻസ് കൊടുത്ത് നമ്മൾ വീഡിയോസ് ചെയ്യാം കേട്ടോ. കാരണം പേപ്പർ 1ൽ നിങ്ങൾക്ക് ഏത് പോർഷൻ ഡിഫിക്കൽട്ട് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ വീഡിയോസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ അല്ലേ? സോ അപ്പോൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഈ PDF വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇതെന്നല്ല ഇതുപോലെ കുറേ PDFകളും മറ്റ് ഫ്രീ ക്ലാസ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. ആപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും. താല്പര്യമുള്ളവർ നെറ്റിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ആപ്പ് ഡൗൺലോഡ് ചെയ്തോളൂ. കാരണം ഫ്രീ കോഴ്സുകൾ നിങ്ങൾക്ക് ആവശ്യമുള്ളതിൽ ലഭിക്കുന്നുണ്ടായിരിക്കും. സോ ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ?